കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അതിന് ശിമോൻ നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അധ്വാനത്തിന് ഫലം ലഭിക്കാതെ വണ്ണം നിരാശപ്പെട്ടു നിൽക്കുന്ന പത്രോസും കൂട്ടരും അവർ വല കഴുകുകയാണ്. ശൂന്യമായ പടകും ശൂന്യമായ വലയും. ഇതുവരെ ജീവിതത്തിൽ സംഭവിക്കാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നേരിട്ടത്. പരിചയമുള്ള ജോലി, പരിചിതമായ ഗലീലാക്കടൽ, ഏതുവിധ മത്സ്യങ്ങൾ ഏത് സമയത്ത് വരുമെന്ന് നന്നായി അറിയാവുന്ന പത്രോസും കൂട്ടരും. എന്നാൽ ഒരു രാത്രി അവർക്ക് പരാജയം സംഭവിച്ചു. ഒരു രാത്രി അധ്വാനിച്ചിട്ടും അവർക്ക് നഷ്ടം സംഭവിച്ചു. അവർക്കൊന്നും ലഭിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് യേശു പറയുന്നത്, ശിമോനെ, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലകൾ ഇറക്കുക എന്ന് പറയുന്നു. പത്രോസ് പറയാണ്, ഗുരു, നീ പറയുന്ന സ്ഥലത്ത് ആഴത്തിൽ ഞങ്ങൾ വല ഇറക്കിയതാണ്, പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഗലീലാക്കടലിൽ ധാരാളം മത്സ്യമുണ്ട്. അപ്പുറത്ത് മാറി ധാരാളം പേർ മത്സ്യം പിടിക്കുന്നുണ്ട്. അവിടെ വലകൾ നിറയുന്നുണ്ട്, അവിടെ പടക് നിറയുന്നുണ്ട്. എന്നാൽ ശിമോന്റെയും കൂട്ടരുടെയും വലയിലൊന്നും കയറിയില്ല. അവർക്കെല്ലാം ശൂന്യമായി മാറി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നിമിഷങ്ങളാണ്. അവന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത വരുത്തിയാണ് ദൈവം ഇടപെടുന്നത്, നഷ്ടം വരുത്തിയാണ് ദൈവം ഇടപെടുന്നത്. പ്രിയരെ, ചിലപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്നത് ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ, നിരാശയുടെ സാഹചര്യങ്ങളിൽ, ശൂന്യതയുടെ അനുഭവങ്ങളിൽ അത്രേ ദൈവം നമ്മളോട് ഇടപെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, രോഗങ്ങൾ ദൈവം അറിയാതെയല്ല, ഇതിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ തലമുറയിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ശൂന്യമായ പടകും ശൂന്യമായ വലയുമായി നിന്ന പത്രോസിനെ ദൈവം അവനോട് ഇടപെടുകയാണ്. എന്നാൽ ആ നിലയിൽ അവനെ പറഞ്ഞയക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. ശൂന്യമായ വലയോടെ, ശൂന്യമായ ഒരു കൊട്ടയോടുകൂടെ അവനെ അവന്റെ ഭവനത്തിലേക്ക് വിടാൻ ദൈവം ആഗ്രഹിച്ചില്ല. യേശു പറയാണ്, ശിമോനെ, നീ വലയിറക്കുക. അവൻ പറയുന്നു, നാഥ, ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യേശുവിന്റെ വാക്കിന് വലയിറക്കാം. അതാണ് പത്രോസിന്റെ വിജയം. യേശുവിന്റെ വാക്കിനെ അവൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. അവൻ സാഹചര്യങ്ങളെ നോക്കിയില്ല. കഴിഞ്ഞ രാത്രിയിലെ അധ്വാനത്തെ അവൻ മറന്നു. യേശുവേ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിന്റെ വാക്ക് നീ വിശ്വസിക്കുമോ? യേശുവിന്റെ വാക്കനുസരിച്ച് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ നീ തയ്യാറാകുമോ? കഴിഞ്ഞ കാലങ്ങളിൽ നീ അധ്വാനിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഓടി നടന്നു, എന്നാൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, നിന്റെ മാറയെ മധുരമാക്കുവാൻ, നിന്റെ ഇല്ലായ്മയെ ആ സ്ഥാനങ്ങളിൽ നിറയ്ക്കുവാൻ, ശൂന്യമായ മേഖലകളെ നിറയ്ക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ വാക്കിനെ വിശ്വസിക്കുമെങ്കിൽ
ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നുള്ളതാണ്. അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പത്രോസിന്റെ ശൂന്യത എല്ലാം നന്മയ്ക്കായി യേശു മാറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, നിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകൾ, നിന്റെ ജീവിതത്തിന്റെ മാറകൾ, നിന്റെ ജീവിതത്തിന്റെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ യേശുവിന് കഴിയുമെന്നുള്ളതാണ്. പത്രോസ് യേശുവിന്റെ വാക്കനുസരിച്ച് പടകിറക്കി. പുതിയ അവന്റെ പഴയ പടക്, അവന്റെ പഴയ വല, അവൻ എവിടെ വല വീശിയോ അവിടെ തന്നെ. പക്ഷെ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അവൻ അത്ഭുതങ്ങളെ കണ്ടു എന്നുള്ളതാണ്. അതെ, നീ ഇരിക്കുന്നയിടത്ത്, നീ ആയിരിക്കുന്നയിടത്ത് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ ഒരു കുരുടനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഗുരു, ഇവനോ ഇവന്റെ അപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെ? യേശു പറയുന്നു, അങ്ങനെയല്ല, ഇവൻ പിറവിയിലെ കുരുടനായി തീർന്നത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. അതേ, ചില വിഷയങ്ങൾ, ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ളതാണ്. അതുകൊണ്ട് ദൈവം നന്നായി ചെയ്യുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നീ സമർപ്പിച്ച് കൊടുക്കുമെങ്കിൽ നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്ത്, നിന്റെ സാഹചര്യങ്ങളെ, നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിന്റെ വാക്കിൽ വലയിറക്കുമെങ്കിൽ, അതെ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു ശതാധിപൻ വന്ന് പറയുകയാണ്, ഗുരു, എന്റെ ബാല്യക്കാരൻ വേദന പിടിച്ച് മരിപ്പാറായിരിക്കുന്നു. ഞങ്ങൾ അലാവോളൊക്കെ പലത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അവന്റെ വേദനയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. എന്നാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. വിശ്വാസത്തോടെ യേശുവിനോട് പറയുകയാണ്. അവന്റെ ഭവനത്തിൽ ശൂന്യത, അവന്റെ ഭവനത്തിൽ നിലവിളി, അവന്റെ ഭവനത്തിൽ കഷ്ടം, വേദനകൾ. എന്നാൽ യേശുവിന്റെ വാക്കിന്റെ മുൻപിൽ, അവന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ആ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് നിന്നോട് സംസാരിക്കുന്നു. കർത്താവിന്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കുക. നിന്റെ ശൂന്യമായ പടകിനെയും ശൂന്യമായ വലകളെയും നിന്റെ ഭവനത്തെയും തലമുറകളെയും നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരാശപ്പെടാതെ വണ്ണം യേശു നിന്റെ സ്ഥിതി മാറ്റുവാൻ നിന്നോട് സംസാരിക്കുമ്പോൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കൂ. അവിടെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. നിന്റെ വാക്കിന് വലയിറക്കുവാൻ, അവളുടെ ശൂന്യതകൾ മാറുവാൻ, നിറവ് സംഭവിപ്പാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കത്തുസൂക്ഷയിൽ പാസ്റ്റർ KK സാമുവേൽ.